സാറേ, പ്രവാസികളായിട്ടുള്ള ആളുകൾ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കാരണം അവരുടെ ലൈസൻസ് പുതുക്കുന്നത് നീട്ടി പോയിട്ട് 1 വർഷം 2 വർഷം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ എക്സ്പയർ ആയി റീവാലിഡേഷൻ ചെയ്ത് ടെസ്റ്റ് കൊടുത്ത് ഫൈൻ അടിച്ച് പുതുക്കേണ്ട അവസ്ഥ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് പുതുക്കാനുള്ള ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കലൊക്കെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ലൈസൻസ് പുതുക്കാൻ RTC പോകേണ്ടതില്ല. നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ലൈസൻസ് ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫീസ് അടയ്ക്കുക, നമ്മുടെ നിലവിലുള്ള ലൈസൻസും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് 40 വയസ്സിന് ശേഷം ആണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കണ്ണ് പരിശോധന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, ലൈസൻസ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഫീസ് അടച്ച് സബ്മിറ്റ് ചെയ്ത് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും വീട്ടിലിരുന്ന് തന്നെ. കാരണം RTOഫീസിലേക്ക് അതിന്റെ ഹാർഡ് കോപ്പി കൊണ്ട് കൊടുക്കേ വേണ്ട. അപ്പൊ വിദേശത്തുള്ള ആൾക്കാർക്കാണെങ്കിലും അത് ചെയ്യാം. ആകെയുള്ള കണ്ടീഷൻ എന്ന് വെച്ചാൽ അവിടെ അവർ ചെല്ലുന്ന സമയത്ത് അവർക്ക് കണ്ണ് പരിശോധന സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അംഗീകരിച്ച രജിസ്ട്രേഷൻ ഉള്ള ഡോക്ടറോ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ത്യൻ എംബസിയിൽ രജിസ്ട്രേഷൻ ഉള്ള ഡോക്ടറോ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ഒഫ്താൽമോളജിസ്റ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് അത് അപ്ലോഡ് ചെയ്യാനും പുതുക്കാനും പറ്റും. RTOഫീസിൽ വരേണ്ട കാര്യമില്ല. പണ്ടായിരുന്നു RTOഫീസിൽ വന്ന് പുതുക്കണ്ടേ. ഇപ്പൊ അത് ഫുള്ളി ഫേസ്ലെസ് സർവീസാണ്. ഓൺലൈൻ ഫസ്റ്റ് കം ഫസ്റ്റ് സർവീസും കൂടി ഉണ്ട്. FCFS എന്ന് പറയും. അതായത് നമ്മൾ ലൈസൻസ് അപേക്ഷ ഇട്ടു. ഇപ്പൊ മലപ്പുറം ഓഫീസിലേക്ക് ഒരു 50 പേര് അപേക്ഷ ഇട്ടാൽ ആദ്യത്തെ അപേക്ഷ പ്രോസസ് ചെയ്തിട്ട് അടുത്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് പൂർണ്ണമായിട്ടും ട്രാൻസ്പെറന്റ് ആണ്. മാത്രമല്ല, നമ്മളൊരു അപേക്ഷ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് അതിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കാം. അതിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് മെസ്സേജ് വരും. അത് വെരിഫൈ ചെയ്യുന്ന സമയത്തും അപ്രൂവ് ആവുന്ന സമയത്തും എല്ലാം അതിന്റെ മെസ്സേജ് വരും. അപ്പൊ ഇതൊന്നും ഒരു ദിക്കിലും അന്വേഷിച്ച് കിടക്കണ്ട. മൊബൈലിൽ നോക്കിയാൽ നമുക്ക് ഇതറിയാം. അപ്പൊ എവിടെ ഇരുന്നിട്ടും ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് റിന്യൂ ചെയ്ത് തീർച്ചയായിട്ടും ലോകത്ത് എവിടെ ഇരുന്ന് ലൈസൻസ് പുതുക്കാം. മാത്രമല്ല, അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. പണ്ട് കാലത്ത് ലൈസൻസ് പുതുക്കുന്നതിന് 1 മാസം മുമ്പൊക്കെയാണ് ലൈസൻസ് പുതുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, 1 വർഷം മുമ്പ് വരെ പുതുക്കാം. അപ്പൊ നമ്മൾ ഞാൻ അടുത്ത വർഷം ഡിസംബറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വർഷം തന്നെ ലൈസൻസ് പുതുക്കാം. 1 വർഷം മുമ്പേ ലൈസൻസ് പുതുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത വർഷം വിദേശയാത്രയ്ക്ക് പോകുകയാണെങ്കിൽ എനിക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ ലൈസൻസ് പുതുക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടത്, പണ്ട് ലൈസൻസ് തീർന്ന 1 മാസം നമുക്ക് വാഹനം ഓടിക്കാൻ ഒരു ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു. 2000 ഓടിക്കായിരുന്നു. 1 മാസത്തേക്ക് ഒരു ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു. അതായത് 1 മാസം ലൈസൻസ് ഉള്ളതായിട്ട് പരിഗണിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. ഇപ്പൊ ലൈസൻസ് രാത്രി 12 മണിക്ക് തീർന്നാൽ 1 മണിക്ക് രാത്രി 1 മണിക്ക് വണ്ടി ഓടിച്ചാൽ പോലും ലൈസൻസ് ഇല്ലാത്തതായിട്ട് പരിഗണിക്കും. ഗ്രേസ് പീരീഡ് ഇല്ല. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഫൈൻ ഇല്ലല്ലോ. പുതുക്കുന്നതിന് ഫൈൻ ഒന്നുമില്ല. ഫൈൻ എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാൽ അതിന് 1000 രൂപ എക്സ്പയർ ആയിട്ട് 1 വർഷം വരെ ഫൈൻ ഇല്ല. 1 വർഷം വരെ ഫൈൻ ഇല്ല എന്ന് മാത്രമല്ല, 1 വർഷം വരെ നമുക്ക് പുതുക്കാം. പക്ഷെ പുതുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഴയ ഡേറ്റ് വെച്ച് കിട്ടില്ല. എപ്പോഴാണോ നമ്മൾ അപേക്ഷ ഇടുന്നത് ആ സമയം മുതൽ ആ സമയങ്ങളിൽ ഇൻഷുറൻസ് കവറേജ് ഒന്നും കിട്ടില്ല. ലൈസൻസ് തീർന്നാൽ ലൈസൻസ് തീർന്നതാണ്. ഗ്രേസ് പീരീഡ് ഇല്ല. 100% ഗ്രേസ് പീരീഡ് ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. പക്ഷെ ഞാൻ പിന്നെയും പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഒരാളുടെയും പുറകിൽ നടക്കേണ്ടതില്ല. വളരെ സിമ്പിൾ ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യാം. ഇങ്ങനെ മറന്നു പോകാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ 1 വർഷം നേരത്തെ കാലത്ത് വിദേശത്ത് പോകുന്ന ആളുകൾ നേരത്തെ പുതുക്കി വെക്കുക. ഇനി 1 വർഷത്തിനുള്ളിൽ ഇനിയിപ്പോ പുതുക്കാൻ പറ്റിയില്ല, വിദേശത്ത് പുതുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ